സന്തോഷമായാലും സങ്കടമായാലും എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. തിരുവോണത്തിൻ്റെ അന്ന്, അതായത് മറ്റന്നാൾ, ആ ചടങ്ങ് നടന്നിരിക്കും. ചോറടിച്ച് വെക്കടി. എപ്പോ നോക്കിയാലുള്ള അമ്മയുടെ ഒരു ചർച്ച. അമ്മ, അച്ഛൻ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണല്ലോ. എന്തായാലും നാളെ സത്യം വരുമല്ലോ. നാളെ തന്നെ ഇവക്ക് ഇവിടുന്ന് പോകാൻ പറ്റുന്ന വിധത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു. എസ് പി അങ്കിൾ എന്ത് ജോലി ഓഫർ ചെയ്താലും അത് സ്വീകരിക്കണം. അതിനൊപ്പം തന്നെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ കുറിച്ചും എനിക്കറിയണം. അവരെ കണ്ടുപിടിക്കണം. കാറിൽ കയറി ഇത്രയും നേരമായിട്ടും ഞാനിങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നതല്ലാതെ നിങ്ങളാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് പറ. അയ്യോ, ഞങ്ങൾക്ക് വാതുറക്കാൻ നീ അവസരം തരണ്ടേ? പിന്നെങ്ങനാ ഞങ്ങൾ സംസാരിക്കുന്നത്? എന്തായാലും സ്വാമി വാ തുറക്കണ്ട. അതിലും ഭേദം അർജുൻ കത്തിവെപ്പ് തുടരുന്നതാ. അയ്യോ, നാവിന് ഇത്ര റെസ്റ്റ് കൊടുക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ യാത്രയിൽ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? പാട്ട് കേൾക്കാന്ന് വെച്ചാൽ കാറിൽ പെൻഡ്രൈവ് ഒന്നും കാണുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? തന്റെ ഫോൺ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്ത് പാട്ട് കേട്ടോ? ഓക്കെ, താങ്ക്സ് അങ്കിൾ. താങ്ക്സ് ഒന്നും വേണ്ട. അങ്ങനെയെങ്കിലും കുറച്ചു നേരം നീ ഇത്തിരി ഒന്നും മിണ്ടാതിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് സമ്മതിച്ചതാ. ഇതെന്തൊരു കഷ്ടമാണ് ചേച്ചി. ഉത്രാടായിട്ടൊരു സ്റ്റാറ്റസ് ഇടാൻ നോക്കിയപ്പം ഒരൊറ്റ ഫോട്ടോ ഇല്ല. നോക്ക്, കഴിഞ്ഞ ഓണത്തിന് ശില്പയുടെ കൂടെ എടുത്ത ഫോട്ടോ എല്ലാം ഫോൺ കേടായപ്പോ പോയി. ഇതിപ്പോ ഫോട്ടോ ഇല്ല, ഒരു കുന്തവും ഇല്ല. അതിനെതിരെ നീ എന്നോട് പരാതി പറയുന്നേ? ഫോണ് കേടാവുന്നതിന് മുൻപേ പഴയ പിക്സ് ഒക്കെ വല്ലയിടത്ത് സേവ് ചെയ്ത് വെച്ചുകൂടായിരുന്നോ? നീ ശില്പി ഒന്ന് വിളിച്ചു നോക്ക്. കയ്യിലുള്ള ഫോട്ടോസൊക്കെ അവൾ അയച്ചു തരും. അതിന് അവളുടെ നമ്പർ ഇപ്പൊ നിലവിലില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും? നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. ഒരുത്തിയുടെ ഫോൺ കേടായി, മറ്റൊരുത്തി ഫോൺ നമ്പർ തന്നെ മാറ്റി. മാളച്ചേച്ചി, മാളച്ചേച്ചി, ചേച്ചി വിചാരിച്ച എന്റെ പ്രശ്നം തീരും. എങ്ങനെ? ഉത്രാടമൊക്കെ അല്ലേ, മാളു ചേച്ചി നമ്മുടെ മുറ്റത്തൊരു പൂക്കളം ഇടണം. ഞാനതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടോളാം. സൂപ്പർ ഐഡിയ. ഞാനിപ്പോ കടയിലേക്ക് പോയി പൂവ് വാങ്ങിച്ചോണ്ട് വന്ന് ഞാൻ തന്നെ ഡിസൈൻ വരച്ച് ഞാൻ തന്നെ പൂക്കളം ഇടണം അല്ലേ? അതെ. ആ സമയത്ത് ഈ കുളിച്ച് റെഡിയായി സുന്ദരിയായി ഒരുങ്ങി വന്ന് അതിനു മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കും. അതെ, അതന്നെ. നടക്കില്ല. ഞാൻ പണിയെടുത്തിട്ടേ നീ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. എന്താ മാളു ചേച്ചി ഇത്? എനിക്ക് ആകെയുള്ളൊരു മാളു ചേച്ചി അല്ലേ ഈ മാളു ചേച്ചി. ജസ്റ്റ് ഒരു പൂക്കളല്ലേ ഞാൻ ചോദിച്ചോളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും അത്തം തൊട്ട് 10 ദിവസം പൂക്കളം ഇടാനൊന്നും എന്നെ കിട്ടില്ല. തിരുവോണത്തിന് എന്റെ പൂക്കളം വേണമെങ്കിലേ നീ ഒന്ന് എന്നെ സഹായിക്കണം. അതാണ് എന്റെ പുതിയ പോളിസി. അങ്ങനെയാണെങ്കിലേ ഞാൻ അർജുനെ വിളിക്കും. പിന്നെ അവൻ നിനക്ക് വേണ്ടി നമ്മുടെ മുറ്റത്ത് വന്ന് കുത്തിയിരുന്ന് പൂക്കളം ഉണ്ടാക്കാൻ പോവല്ലേ? ഞാൻ വിളിച്ചിട്ടേ അവനോടൊരു റെഡിമെയ്ഡ് പൂക്കളം വാങ്ങിച്ചോണ്ട് വരാൻ പറയും. എന്നിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കും. അതിന്റെ ലൈക്കും ഷെയറും കമന്റ്സും കണ്ട് ചേച്ചി ചമ്മി പോവും. നോക്കിക്കോ. പറഞ്ഞു. നീ ഇപ്പൊ എവിടെയാ? അയ്യോ, ഞാനേ എസ് പി അങ്കിളുടെ കൂടെ കോട്ടയത്ത് പോണ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഞാനതങ്ങ് മറന്നു. ഒരു ഹെൽപ്പ് ചോദിച്ച് വിളിച്ചതാ. ഇനിയിപ്പോ എന്തായാലും വേറെ വഴി നോക്കാം. അതായിരിക്കും നല്ലത്.
മിക്കവാറും ഞാൻ വരാൻ 2 ദിവസം കഴിയും. ആ കാട്ടുകള്ളൻ സ്വാമി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലേ? വിക്രമാദിത്യന്റെ കൂടെ വേതാളം പോലെ അയാൾ SP അങ്കിളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ. അയാൾ ഒറ്റ ഒരുത്തിന് SP അങ്കിളെ ഇങ്ങനെ ചീത്തയാക്കുന്നത്. അയ്യേ,